ഗുഡ് മോർണിംഗ്. ഡു വി റിയലി ലവ് ഹിം? അതെങ്ങനെ നമ്മൾ അറിയുന്നത്? നമ്മൾ കർത്താവിനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് നമ്മൾ എങ്ങനെ അറിയുന്നത്? അതാ 2 കൊരിന്ത്യർ 1 യോഹന്നാൻ 2:5 പറയുന്നത്. 1 John chapter 2 verse 5 പറയുന്നത്, ബട്ട് ദോസ് ഹു ഒബേ ഗോഡ്സ് വേർഡ് റിയലി ഡു ലവ് ഹിം. ദൈവത്തെ നമ്മൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് മുമ്പേ നമ്മൾ വായിച്ചായിരുന്നു, I belong to God but does not obey God commandments, that person is a liar and does not live in the truth. തിരിച്ചറിയണം, വാസ്തവം തിരിച്ചറിയണം. ചുമ്മാ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അനുസരിക്കണം. കാരണം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ അനുസരണമുണ്ട്. But those who obey God's word really do love him. That is the way to know whether or not we live in him. നമ്മൾ അവനിലാണോ വസിക്കുന്നതെന്നറിയാനുള്ള ഏക മാർഗം നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ അനുസരിക്കുന്നുണ്ടോ. കൂടുതൽ ഒന്നും പറയണ്ട. കർത്താവിനെ രക്ഷിതായിട്ട് സ്വീകരിച്ചു, വി ആർ ഇൻ ക്രൈസ്റ്റ് നൗ. ഇനി ഞാൻ കർത്താവിലാണോ വസിക്കുന്നതെന്ന് അറിയുന്നതെങ്കിൽ, ഡു ഐ റിയലി ലവ് ഹിം? ഡു ഐ റിയലി ഒബേ ഹിം ഔട്ട് ഓഫ് ദാറ്റ് ലവ്? ഞാൻ വാസ്തവത്തിലും ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫ്രൂട്ടായിട്ടുള്ള അനുസരണം എന്നിലുണ്ടാവും. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഞാൻ കർത്താവിൽ വസിക്കുന്നുണ്ടോ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവസാനം നിൽക്കുമ്പോൾ നമ്മൾ കുറേ കണക്ക് കൊടുക്കും. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, പിശാചുകളെ പുറത്താക്കി. അപ്പോൾ കർത്താവിൻ്റെ ഒരു മെഷീനുണ്ട്, മറ്റേ ലവിൻ്റെ ഒരു മീറ്ററുണ്ട്. അത് ഇതിലോട്ട് പിടിച്ചു നോക്കും. സ്നേഹമില്ലേ, അനുസരണമില്ല, നീ കുറേ കാര്യങ്ങൾ ചെയ്യും. പലരുടെയും വിചാരം കൃപാവരങ്ങൾ ആ സ്വർഗത്തിലെത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദേവാസനമായിട്ട് സംസാരിച്ച പ്രത്യേകം പറയും, കൃപാവരങ്ങൾ നമ്മൾ സ്വർഗത്തിലെത്തിക്കുന്നില്ല, കൃപയെ എത്തിക്കുന്നത്. കൃപ പണ്ട് ഞാനും പറഞ്ഞിട്ടുള്ളത്. പല ആൾക്കാരും കൃപാവരങ്ങൾ കൊണ്ടങ്ങ് തൃപ്തരാകുക, അടിച്ചങ്ങ് പൊളിക്കുക. അതിൻ്റെ വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ സൗഖ്യം കിട്ടിയതിൻ്റെ വീഡിയോസ് എടുക്കുക, അത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. അവർ വാസ്തവത്തിൽ ചിലപ്പോൾ അറിയുന്നില്ലായിരിക്കും. കാരണം അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നു. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാവരെയും കൂടെ എല്ലാം പറയുന്നത് കേട്ടോ. പല ആൾക്കാരുണ്ട് കൃപാവരങ്ങൾ കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്നത്. അതിൽ ഭയങ്കര എക്സൈറ്റഡാണ്. അത് മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ കർത്താവിൽ വസിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കൃപാവരങ്ങൾ യൂസ് ചെയ്തവരുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒരു നാൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. കൃപാവരങ്ങൾ യൂസ് ചെയ്യും, അതിനെക്കുറിച്ച് വന്ന് കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നവർക്ക് വാദിക്കേണ്ടി വന്നു. ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, കൃപാവരമല്ലേ. പിശാചുകളെ പുറത്താക്കി, കൃപാവരമല്ലേ. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? ആ കൃപാവരം സ്വർഗത്തിൽ എത്തിക്കണമെങ്കിൽ കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ വേണ്ടത്. കർത്താവ് എന്താ പറഞ്ഞത്? അധർമ്മം പ്രവർത്തിക്കുന്നില്ല. അതെന്തായിരിക്കും അങ്ങനെ ചെയ്ത് നല്ല കാര്യങ്ങൾ? അപ്പോൾ പിന്നെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? അനുസരിച്ച് സ്നേഹമില്ലേ? ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, നമുക്ക് കൃപാവരങ്ങളൊക്കെ ഉപയോഗിക്കാം, ഒരു സ്നേഹമില്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ. അതിനെക്കുറിച്ച് കൊരിന്ത്യർ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ വളരെ നമ്മൾ ജാഗ്രത ഉണ്ടാവണം. നമുക്ക് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എൻ്റെ മോട്ടിവേഷൻ കർത്താവിനുള്ള സ്നേഹവും അനുസരണമാണ്. That is the way to know whether or not we live in him or we love him. Those who say they live in God should live their lives as Christ did. എന്ന് പറഞ്ഞാൽ മലയാളം വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ, ഞാനൊരു ദൈവത്തിലാണെന്ന് പറയുന്നവൻ, യേശുക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ. ഈ ലോകത്തിൽ യേശുക്രിസ്തു എങ്ങനെയാണ് നടന്നത്? യേശുക്രിസ്തുവിന് ഒറ്റ ഉദ്ദേശമുള്ളായിരുന്നു, പിതാവിനെ പ്രസാദിപ്പിക്കണം, പിതാവിൻ്റെ ഹിതപ്രകാരം നടക്കണം, സ്വന്തം ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കണം. അതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. അതിൻ്റെ റിസൾട്ടും ഫ്രൂട്ടുമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം. പിതാവ് പറയാത്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിതാവ് പറയാത്ത ഒരു കൃപാവരും എങ്ങും ഓപ്പറേറ്റ് ചെയ്തില്ല. സ്വന്തം ഇഷ്ടത്തിൽ ആരെയും സൗഖ്യമാക്കിയില്ല, ഒരു ബോധത്തെ പുറത്താക്കിയില്ല. എല്ലാം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഗൈഡൻസിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് കുളക്കരയിൽ ചെന്നപ്പോൾ ഒരാളെ മാത്രം സൗഖ്യമാക്കി. ഞാൻ പിള്ളേർ ആ കൃപാവരം എനിക്കുള്ള ഞാൻ അവിടെ നിന്ന് മൊത്തം പേര് സൗഖ്യം. കാരണം എൻ്റെ പേരങ്ങ് വലുതാകുക. എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യില്ല, പലപ്പോഴും മിസ്യൂസ് ചെയ്യാം കൃപാവരം.
പക്ഷെ കർത്താവ് എന്തുണ്ട് ഒരാളെ അവിടെ ഉള്ള ബാക്കിയുള്ളവരെ ഒക്കെ എന്ത് സൗഖ്യം. പിതാവ് ഒരാളുടെ അടുത്തോട്ട് യേശുവിനെ അയച്ചുള്ളൂ, അതുപോലെ യേശുവിനും ചെയ്യണ്ട. കാരണം പിതാവിന് എന്തോ ഉദ്ദേശമുണ്ട്, പിതാവിൻ്റെ ക്രിസ്തു നമുക്കറിയത്തില്ല. യേശു ക്രിസ്തു അതനുസരിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൻ്റെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളതല്ല ഈ കൃപാവരം. പല ആൾക്കാർക്കും തെറ്റുപറ്റുന്നൊരു കാര്യം ഇതാ, ഒരു കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഭ വരുന്ന മുഴുവൻ ആൾക്കാരെ സൗഖ്യമാക്കണം. അവിടെ വേറൊരു ശുശ്രൂഷയുമില്ല. വരുമ്പോൾ അവർ പോകുന്നവരെ ഈ സൗഖ്യ ശുശ്രൂഷ, വയ്യാത്ത ആൾക്കാരെ പിടിച്ചെഴുന്നേൽപ്പിക്കുക, അവരെ ഓടിക്കുക, അവർ വേദന കൊണ്ട് പൊളയുക. അപ്പോൾ പറയും അവർ വേദന കൊണ്ട് പൊളഞ്ഞ് കണ്ണിൽ കൂടെ കണ്ണീര് വരും, പറയും കണ്ട സന്തോഷത്തിൻ്റെ കണ്ണീരാന്ന് പറയുക. ആർക്ക് വേണ്ടി? കർത്താവ് പറയാത്ത ശുശ്രൂഷ ചെയ്യാൻ നിൽക്കല്ലേ. കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയും അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, അന്നേരം ചെയ്യും. എല്ലാ ആഴ്ച ഇതൊരു ചടങ്ങാക്കാതെ, ഒരു ആചാരമാക്കാതെ, കുറേ രോഗങ്ങളുടെ പേര് കാണാൻ പഠിച്ചിട്ട് അതങ്ങ് പറയുക ഈ രോഗമുള്ളവരെല്ലാം സൗഖ്യമായിരിക്കുന്നു. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരാടെങ്കിലും ഒരു ടെസ്റ്റ് മണി കേൾക്കണ്ടേ? കാരണം കഴിഞ്ഞ ആഴ്ച ഇന്ന രോഗം പറഞ്ഞ് എനിക്ക് ആ രോഗം ഉണ്ടായിരുന്നു, ഒരാടെങ്കിലും ഒന്ന് കേൾക്കണ്ടേ? പറഞ്ഞത് 10-25 രോഗങ്ങളുടെ പേരാണ്. പോട്ടെ, 10 സൗഖ്യമാണ്, ഒന്നും കേൾക്കാൻ. എന്നാലും ഇതിനൊരു അവസാനമില്ല. കാരണം കൃപാവരം കിട്ടിയേക്കുക, ഇനി അതിട്ടങ്ങ് തകർക്കുക, അതിനെ ബേസ് ചെയ്ത് അങ്ങ് തകർക്കുക, അടിച്ചങ്ങ് തകർക്കുക. വിശ്വസിക്കല്ലേ, കർത്താവിൻ്റെ നാമം ദുഷിക്കല്ലേ. കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഇതിലുള്ള വിശ്വാസം പോകും. കാരണം വചനം പറയാനൊന്നുമില്ല, സഭയിൽ വചനം പഠിപ്പിക്കാൻ അതില്ല. പിന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ചില ആൾക്കാർ ഇതിന് പാട്ട് പാടിക്കൊണ്ടിരിക്കും നിർത്താതെ, ചില ആൾക്കാർ സൗഖ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കും. വചനം പഠിപ്പിക്കത്തേ. കാരണം വചനം പഠിപ്പിച്ച ആൾക്കാർ മാനസാന്തരപ്പെട്ടാലോ, അവർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായാലോ, പിന്നെ നമ്മളെ പിടിയിൽ നിൽക്കത്തില്ല. കർത്താവ് അനുഗ്രഹിക്കും.